എന്താന്ന് മനസ്സിലായോ? നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിൽ കിടന്നതാ. ഇത് നീ കൊണ്ടിട്ടാണോ? എനിക്കെന്താ പ്രാന്തുണ്ടോ? അപ്പൊ നീയും അല്ല ഞാനും അല്ല, അപ്പൊ പിന്നെ ഇത് അവന്റെ പണിയാ. ആര്? ആ മൃഗം. എന്നാര് പറഞ്ഞു? സത്യേട്ടൻ കണ്ടോ? ആർച്ചേ, എല്ലാ കേസുകളിലും ദൃക്സാക്ഷികൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസുകളിൽ കോടതിയും പോലീസും ആശ്രയിക്കുന്നത് സാഹചര്യ തെളിവുകളെയാണ്. ഇപ്പൊ ഇവിടുത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2 വീടുകളാണുള്ളത്. ഒന്ന് അവൻ്റെതും ഒന്ന് നമ്മുടേതും. ഈ വീട്ടിലെ ഞാനും നീയും എന്തായാലും വേസ്റ്റ് കൊണ്ടിട്ടിട്ടില്ല. അങ്ങനെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതി ആ മൃഗമാണ്. അതെന്തിനായോ ഡോക്ടർ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ ചോദിക്കേ. എന്തിന്? ഞങ്ങളെ പോലീസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോട്ടീവ്, കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ കാരണം. ഇവിടെ ഇപ്പൊ കാരണം പകല് പോലെ വ്യക്തമാണല്ലോ. എന്ത്? ആ സദാശിവനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ പ്രതികാരം. പ്രതികാരം ചെയ്യുന്ന എങ്ങനെയാണോ? അത് ചെയ്യുന്ന ആളനുസരിച്ചിരിക്കും. എന്റെ സത്യേട്ടാ, സദാശിവൻ ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ പേരില് ഡോക്ടർ ഇവിടെ കൊണ്ടുവന്ന് ബേസ് ഇട്ടു എന്ന് പറഞ്ഞാൽ ബോധമുള്ളവരാരും വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കും. ഞാൻ ബോധമുള്ളവരുടെ കാര്യമോ പറഞ്ഞത്. ഓഹോ, കഴിഞ്ഞ 12 കൊല്ലമായിട്ട് നിന്റെ കൂടെ കഴിയുന്ന എന്നെക്കാളും നിനക്ക് വിശ്വാസം ഇന്നലെ വന്ന ആ മൃഗത്തിനാണ് അല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ മൃഗത്തിനെയോ അവന് വേണ്ടപ്പെട്ട ആരുടെ ഒരു കേസിലും ഞാൻ ഇടപെടില്ലെന്ന്. അതൊക്കെ പോട്ടെ, ഇതെടുത്ത് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിന്നെ ഒന്ന് കാണിക്കാൻ. അതിനെന്നെ വിളിച്ചാ പോരായിരുന്നു, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? കോമ്പൗണ്ടിൽ കിടക്കുന്ന വേസ്റ്റ് എടുത്ത് അടുക്കളയിൽ കൊണ്ടുവരുന്നതിന് ചില്ലറ പ്രാന്തൊന്നും പോരാ. ആ മൃഗം ഉണ്ടല്ലോ, എന്നെ ഓരോ നിമിഷം ഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോണെങ്കിലേ അവനെ കൊന്നിട്ട് ഞാനങ്ങ് ജയിലിൽ പോവും. ആ, ഇതിലും ഭേദം അതായിരുന്നു. ഹലോ എടാ, കട്ട് ചെയ്ത് അവൻ പിന്നെയും വിളിച്ചേക്കുന്നു. ആര്? ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തൊട്ട് എന്റെ അടുത്ത് ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുവാന്ന്. അവൻ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ചക്കര ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ചിരിക്കല്ലേ ചായ. പക്ഷെ എന്റെ കർത്താവ്, ഏത് നേരത്താണാവോ എനിക്ക് നമ്പർ തെറ്റിച്ച് അവനെ വിളിക്കാൻ തോന്നിയത്. ആ പവിത്രൻ തന്ന നമ്പർ ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കി വിളിച്ചതാ, പക്ഷെ ഒരു നമ്പർ മാറി. പിന്നെ കറക്റ്റ് ആവണേ? ആ വന്നേ, അവനെ വിളിച്ച് അവന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആള് മാറിയെന്ന്. അപ്പോഴേ ഞാൻ മര്യാദക്ക് പറഞ്ഞ് ചേട്ടാ സോറി റോങ് നമ്പർ എന്ന്. ദേടാ, പിന്നെ അവൻ ഒരു വിളിയങ്ങ് തുടങ്ങിയില്ലേ. ഇന്നലെ തന്നെ 10 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് നേരം വിളിച്ചിട്ട് 2 പ്രാവശ്യം. എടി, നീ ആ നമ്പർ സേവ് ചെയ്തിട്ടില്ലേ? ഇനി കോള് വരുമ്പോ എടുക്കാതിരുന്നാ മതി. ആഹാ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അവനെ വിളിച്ചിട്ട് എങ്ങനെ 2 വർത്താനം പറയും? എന്നിട്ട് നീ 2 വർത്താനം പറഞ്ഞോ? ഇല്ലാന്നേ, ചക്കര ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് കളയും. നീ ആ നമ്പർ ഡയൽ ചെയ്തിരിക്കുന്നതാണ്. സ്വിച്ച് ഓഫ്. കണ്ട, ഇതാ അവന്റെ സ്ഥിരം പരിപാടി. ഇങ്ങോട്ട് വിളിച്ച് 2 വർത്താനം പറയും, തിരിച്ച് നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോ സ്വിച്ച് ഓഫ്. ഇവൻ അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇച്ചായ. ആണോ? ആ, എന്തായാലും ഇവൻ ആരാന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. സൈബർ സെൽ അവനെ കണ്ടുപിടിച്ചോളും. ആ, അത് കൊള്ളാം. അല്ലെ സത്യപാലൻ സാറിനോട് പറഞ്ഞാലോ? അയ്യടാ, അവരുടെ സഹായം നമുക്ക് വേണ്ട. എന്റെ ആലിസെ, നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വിട്. അയാൾ നമ്മൾ അയൽവാസിയാണെന്നുള്ളത് നീ അങ്ങ് മറന്നുകളാ. അയാൾ സ്ഥലം SI ആണ്. നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്താൽ അയാൾക്ക് അന്വേഷിച്ചേ പറ്റൂ. ആ, അത് വേണ്ട. അയാളുടെ ഒരു സഹായവും നമുക്ക് വേണ്ട. ഇനി അങ്ങേർക്ക് നമ്മളെ സഹായിക്കണമെന്ന് തോന്നിയാലേ ആ ഉണ്ണിയാർച്ച അതിന് സമ്മതിക്കത്തില്ല. എന്താ? അവർക്ക് എന്നോട് ഭയങ്കര അസൂയല്ലേ. ആരെങ്കിലും എന്നെ 2 ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവര് ഭയങ്കര ഹാപ്പി ആവും. ഇതൊക്കെ നിന്റെ തോന്നലല്ലേടി? ആയിക്കോട്ടെ, ഉണ്ണിയാർച്ചയുടെ സഹായം കൊണ്ട് നമ്മുടെ ഒരു കാര്യവും നടക്കണ്ട. അങ്ങനെ എങ്ങാനും നടന്നാലേ അതിന്റെ പേരിലായിരിക്കും ആ മതില് തൂങ്ങിക്കിടക്കുന്നത്.
അവരുടെ പൊങ്ങച്ച സഹിക്കുന്നേക്കാളും നല്ലത് ആ വിളിച്ചവന്റെ വായിന്ന് 2 തെറിയേക്കുന്നതാ. എന്തോ രൂപത്ര സാർ അപ്പുറത്തെ സത്യപാലൻ സാറിനോട് വല്ല വൈരാഗ്യം വല്ലതും ഉണ്ട്. അവരുടെ കോമ്പൗണ്ടിൽ കൊണ്ട് വേസ്റ്റ് ഇട്ടെന്ന് അത് ആലീസും സാറും വന്ന പുള്ളി പറയുന്നു. ഞാൻ പറഞ്ഞു അവരൊന്നും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ തലയിൽ അത് കയറണ്ട്. ആഹാ, അത് കൊള്ളാലോ. ഞങ്ങൾക്ക് ചവറിടാനേ ആവശ്യം പോലെ സ്ഥലം ഞങ്ങളുടെ പറമ്പിലുണ്ട്. ഞങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ പറമ്പിൽ കൊണ്ടിടുന്നത്? എൻ്റെ സാറേ, ഇതൊക്കെ ഞാൻ പുള്ളിയോട് പറഞ്ഞു നോക്കിയതാ. പുള്ളിയുടെ തലയിലൊക്കെ കയറണ്ടേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സാറ് സഹായിക്കത്തില്ലെന്ന് കൂടെ പറഞ്ഞു. അയ്യോ, അവരുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. അല്ലെ തന്നെ അയാൾക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിലും അവര് സമ്മതിക്കത്തില്ല. എൻ്റെ സാറേ, ചവറ ഏതോ കാക്ക കൊണ്ട് കുത്തിയിട്ടതാ. അത് ഈ പുള്ളിയോട് പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവേണ്ടത്. എന്തുകൊണ്ടാ? അവരങ്ങേരോട് പറഞ്ഞു കാണും ഇതൊക്കെ ചെയ്തത് ഞങ്ങളാണെന്ന്. അങ്ങേരൊരു പാവമല്ലേ, അത് വിശ്വസിച്ച് ഈ എല്ലാ വേണ്ടാതിനോ പറഞ്ഞു കൊടുക്കുന്നത് അവരൊറ്റെടുത്തിയ. എന്നതാണേലും ഡോക്ടർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സാറ് കട്ട കലിപ്പില്ല. അങ്ങേര് ഞങ്ങക്കിട്ട് എന്ത് ചെയ്യാനാ? പൗത്രൊന്ന് ചെല്ലാൻ നോക്കുമ്പോ